പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. അവധി ദിനത്തിൽ തിരുവോണം എത്തിയതിന്റെ സന്തോഷത്തിലാണ് ഗൾഫ് നാടുകളിലെ മലയാളികൾ. സുഹൃത്തുക്കൾ വീടുകളിൽ ഒത്തുകൂടിയാണ് പലരും തിരുവോണം ആഘോഷിക്കുന്നത്. ദുബായിൽ നിന്ന് അരുൺ പാറട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുകയാണ്. പ്രവാസ ലോകത്തും സ്ഥിതി വ്യത്യസ്തമല്ല. കൈ മെയ് മറന്ന് ഓണം കെങ്കേമമാക്കുകയാണ് ഇവിടെ പ്രവാസികൾ. ഇത്തവണ പ്രവാസികൾക്ക് ഈ ഒരു ഓണത്തിന് പ്രത്യേകതയുണ്ട്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രവാസികൾക്ക് ഓണം പ്രവൃത്തി ദിനങ്ങളിലാണ് വരുന്നത് എന്ന വലിയ വിഷമമുണ്ടായിരുന്നു. ഈ പ്രവൃത്തി ദിനത്തിൽ ഓണം വരുന്നതിനാൽ തന്നെ കൃത്യമായ രീതിയിൽ ആഘോഷിക്കാൻ കഴിയാത്തൊരു സങ്കടം പ്രവാസികൾക്കുണ്ടായിരുന്നു. അപ്പോൾ വീക്കെൻഡിലൊക്കെ ആഘോഷിക്കാറായിരുന്നു പതിവ്. എന്നാൽ ഇത്തവണ ഞായറാഴ്ച, അതായത് ഇന്ന് അവധി ദിവസമാണ്. അവധി ദിവസം ഓണം എത്തിയതിൻ്റെ ആഘോഷ തിമിർപ്പാണ് പ്രവാസ ലോകത്ത് എന്നും കാണുന്നത്. സുഹൃത്തുക്കളുടെ വീടുകളിലേക്ക് ഒരുമിച്ചെത്തി ഓണം എല്ലാവരും ചേർന്ന് ആഘോഷിക്കുകയാണ്. നാട്ടിലെത്താനാകാത്തതിൻ്റെ വിഷമം എല്ലാവരുടെയും മനസ്സിലുണ്ട്. എന്നിരുന്നാലും ഇവിടെയുള്ള പ്രവാസി മലയാളികൾ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മലയാളികൾ ഒരുമിച്ച് ചേർന്ന് ഒരു കുടുംബമായി ഓണം ആഘോഷിക്കുകയാണ്. ഇവിടെ പൂക്കളം ഇടുകയാണ്. എങ്ങനെയുണ്ട് ഈ വർഷത്തെ ഓണം? നന്നായി പോകുന്നു. ഞങ്ങൾ ഇന്ന് മുതൽ ഓണാഘോഷം ഞങ്ങളുടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഇന്ന് മുതൽ തുടങ്ങിയാൽ ഞങ്ങൾക്കൊരു ഡിസംബർ വരെ ഞങ്ങളുടെ ഓണാഘോഷം തുടരുന്നതായിരിക്കും. ഓണം ഇവിടെ ആഘോഷിക്കാറ് തന്നെയാണോ പതിവ്? അതെ, ഇവിടെ വിദേശത്തായതുകൊണ്ട് ഇവിടെയാണ് ആഘോഷിക്കുന്നത്. പക്ഷേ ഒരിക്കലും ഞങ്ങൾ ഓണം മിസ് ചെയ്യാറില്ല. സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് ഇങ്ങനെ അത്തപ്പൂക്കളവും സദ്യയും എല്ലാമായിട്ട് ഞങ്ങൾ സന്തോഷത്തോടുകൂടി ഓണം കൊണ്ടാടുന്നതാണ്. ഈ പൂക്കളത്തിന് ഡിസൈൻ ആരെ മനസ്സിൽ തോന്നുന്നതാ? ഇതൊക്കെ കുട്ടികൾ ചെയ്തതാണ്. നമുക്കിതിലൊരു ഭാഗമില്ല, ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടു. ഈ പൂവൊക്കെ എവിടുന്ന് വാങ്ങിയത്? അതെ അതെ, പൂക്ക് നമ്മളിവിടെ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പൂജ സ്റ്റോറിലൊക്കെ ബുക്ക് ചെയ്ത് വെച്ചു. ഇന്ന് രാവിലെ പോയി വാങ്ങി. അങ്ങനെ ഇനിയിപ്പോ സദ്യ ഉണ്ണാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ സദ്യ ഇവിടെ ഉണ്ടാക്കുകയാണോ ചെയ്തത്? സദ്യ ഉണ്ടാക്കുക തന്നെയാണ് ചെയ്തത്. കറികളെല്ലാം ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഉണ്ടാക്കുകയായിരുന്നു. ആണോ? അതിന്റെ ആഘോഷമാണ് അപ്പുറത്ത് കേൾക്കുന്നത് തോന്നുന്നുണ്ട് അല്ലേ? നമുക്ക് അങ്ങോട്ട് പോയി അവിടെ സദ്യ ഉണ്ടാക്കുന്നതിന്റെ ആഘോഷം ഒരു ഭാഗത്ത് കേൾക്കുന്നുണ്ട്. വാ. അവിടെ പൂക്കളം ഇടുന്നു. ഇവിടുത്തെ സദ്യക്ക് വേണ്ട പച്ചക്കറികൾ ഒന്നിച്ചു ചേർന്ന് ആഘോഷമായി തന്നെ മുറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ ചെയ്ത് പരിചയമുണ്ടോ, അല്ലെങ്കിൽ ഓണത്തിന് മാത്രമാണോ? ഇല്ല, ഓണത്തിന് മാത്രമല്ല, ചെയ്ത് പരിചയമാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ പ്രത്യേക വിഭവങ്ങൾ? 10-20 കൂട്ടാനോളം ഉണ്ട്. പിന്നെ സാമ്പാർ, അവിയൽ, എരിശ്ശേരി, പൈനാപ്പിൾ പച്ചടി, അങ്ങനെ പല വിഭവങ്ങളും ഞങ്ങളിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ അരിയുന്നതിലും പ്രൊഫഷണൽ ടച്ച് ഉണ്ട് ഇവിടെ. എങ്ങനെയുണ്ട് ഓണം? ഓണം അടിപൊളിയല്ലേ? ഓണം സൂപ്പറാ. പ്രത്യേകിച്ച് പ്രവാസികൾക്കിടയിൽ ഇങ്ങനത്തെ ഓണാഘോഷം എന്നുള്ള പറഞ്ഞാൽ, അതും സൺഡേ ഒരു ഹോളിഡേ ഒരു ഓണം വന്നപ്പോൾ നമ്മളൊക്കെ അടിച്ച് പൊളി തിമിർക്കാണ്. കുറച്ച് സമയം, ഏകദേശം 1.5-2 മണിക്കൂറായി നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനി ഫുഡ് സദ്യ ആവുന്നവരെ തുറന്നുകൊണ്ടേയിരിക്കും. നിങ്ങളെല്ലാവരും ഇവിടെ അടുത്തൊക്കെ താമസിക്കുന്നവരാണോ? ദുബായ് തന്നെയുള്ളവരാണോ? നമ്മളിവിടെ ഒരു കമ്മ്യൂണിറ്റിയാണ്. എല്ലാവരും അടുത്തടുത്ത ആൾക്കാരാണ്. ഒരുപാട് പ്രോഗ്രാമിൽ ഒന്നിച്ച് പങ്കെടുക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ എല്ലാ വർഷങ്ങളിലും ഓണം ഇതുപോലെ ഗംഭീരമായി സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. എല്ലാ ഫാമിലീസും നമ്മളെ കളിക്കാരും എല്ലാം ആയിട്ട് നമുക്കിവിടെ ഒരുപാട് ടീംസൊക്കെ ഉണ്ട്. ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ, ബാഡ്മിൻ്റൺ ഒക്കെ കുറേ ഇഷ്ടമുള്ള ടീമുകളുണ്ട്. നമ്മളെല്ലാവരും അതിൽപ്പെട്ട പ്ലേയേഴ്സാണ്, കൂട്ടുകാരാണ്. നമ്മളെല്ലാ വർഷവും ഇതുപോലെ ആകർഷിക്കുകയാണ്. നാട്ടിൽ പോകാൻ പറ്റുന്നതിന് സങ്കടം ഉണ്ടോ? നാട്ടിൽ പോകാൻ പറ്റാത്തതിന്റെ സങ്കടം ഉണ്ട്. പക്ഷെ ഇവിടെയല്ലേ കൂടുതൽ ഓണം. നാട്ടിലൊരു ദിവസമല്ലേ ഓണമല്ലോ. ഇവിടെ നമുക്ക് കുറെ കാലം ഇന്ന് മുതൽ ഓണല്ലേ, കൊല്ലം അവസാനിക്കുന്നവരെ ഓണല്ലേ. തീർച്ചയായും അതാണ് പ്രവാസികളുടെ ഓണം. ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് പ്രവാസികൾക്ക് ഓണം. എന്നാൽ എല്ലാ വളരെ മനോഹരമായി വൃത്തിയായി തുടയ്ക്കുന്ന ചേട്ടനാണിത്. എങ്ങനെയുണ്ട് ഓണം? Actually, I am born and brought up Maharashtra. So when I was there, ഞങ്ങൾ അവിടെ മലയാളീസ് ഫാമിലീസ് ആയിട്ട് കൂടാറുണ്ടായിരുന്നു. So this is the same experience I am having here. അപ്പം നാട്ടിൽ പോയില്ലെങ്കിലും we are celebrating Onam here along with all friends and all, and it will go on because this is with one family. Tomorrow again we are meeting other families. അടിപൊളിയായിരുന്നു. എന്തോ കഴിച്ചു? ചോറ്, സാമ്പാർ, അരിവ്, അവിയൽ, പപ്പടം. സദ്യ നല്ല രുചിയുണ്ടായിരുന്നു. കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു. സദ്യ അടിപൊളിയായിരുന്നു. നിറച്ച് കറി ഉണ്ടായിരുന്നു. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ
തീർച്ചയായും അത് തന്നെയാണ് മലയാളികൾക്ക് ഒത്തുചേരലിന്റെ ആഘോഷമാണ് ഓണം. അത് കൃത്യമായി തന്നെ കാണണമെങ്കിൽ പ്രവാസ ലോകത്ത് വരണം. ഇന്ന് മുതൽ ഞങ്ങൾക്ക് ഇനി ഡിസംബർ 31 വരെ ഓണാഘോഷത്തിന് മേളമാണ്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ, വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഓരോ ദിവസവും ഇവിടെ ഓണാഘോഷങ്ങൾ ഉണ്ടായിരിക്കും. അതുതന്നെയാണ് പ്രവാസ ലോകത്തെ ഓണക്കാഴ്ചകൾ വ്യത്യസ്തമാകുന്നതും. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.